ബിഷപ്പ് ഫ്രാങ്കോയും ഫാദർ ആന്റണി മാടശ്ശേരിയും കൂട്ടുകച്ചവടം നടത്തുന്നത് 2009 മുതൽ. നടത്തുന്നത് 5 കമ്പനികൾ. ജലന്ധറിൽ ഫാദർ ആന്റണി അറിയപ്പെടുന്നത് പല റോളുകളിൽ. റെയ്ഡിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റവും. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ ആവശ്യക്കാരിൽ കൂടുതൽ ക്രിസ്ത്യൻ പുരോഹിതർ. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കിലുമായി ഫാദർ ആന്റണി മാടശ്ശേരിയുടെ ബന്ധം ഇരുവരും തമ്മിലുള്ള ബിസിനസ് ഇടപാടിലും. ബിഷപ്പ് ഫ്രാങ്കോ ഡൽഹി സഹായമെത്രാനായിരിക്കെയാണ് ഫാദർ ആന്റണിയുടെ പേരിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. 5 കമ്പനികളിൽ ഡയറക്ടറോ പാർട്ട്ണറോ ആണ് ഫാദർ ആന്റണി. ഇതിൽ 2 എണ്ണം ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജലന്ധർ രൂപതയിൽ ഒരേ സമയം നിരവധി ചുമതലകളാണ് ഫാദർ ആന്റണി വഹിക്കുന്നതും. പഞ്ചാബിൽ നിന്നുള്ള ട്രിബ്യൂൺ ന്യൂസ് സർവീസ് ആണ് ഫാദർ ആന്റണി കൂട്ടുകെട്ടിന്റെ ബിസിനസ് ബന്ധം പുറത്തു കൊണ്ടുവന്നത്. ജലന്ധർ രൂപതയിൽ വൈദികരായിരുന്ന കാലം മുതൽ ബിഷപ്പ് ഫ്രാങ്കോയും ഫാദർ ആന്റണിയും അടുത്ത ബന്ധമാണുള്ളത്. സഹായമെത്രാനായി 2009 ഫ്രാങ്കോ ഡൽഹിയിലെത്തുന്നത്. 2009 നവംബർ 10 ഫാദർ ആന്റണി, സുനിൽ ഭാസ്കർ എന്നിവർ ഡയറക്ടർമാരായി വേർഡ്സ്വർത്ത് എഡ്യൂക്കേഷണൽ എയ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വെബ്സൈറ്റിൽ പറയുന്നു. ന്യൂഡൽഹിയിലെ അശോക് വിഹാറാണ് കമ്പനിയുടെ ആസ്ഥാനം. 44 ലക്ഷം ടേൺ ഓവർ കാണിച്ചിരുന്ന കമ്പനിയുടെ മൊത്തം ആസ്തി 25.12 ലക്ഷമാണെന്നും പറയുന്നു. 2011 ഏപ്രിൽ 6 ഫാദർ ആന്റണിയും സുനിൽ ഭാസ്കറും ചേർന്ന് എഡ്യൂസോൺ മൾട്ടിമീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തു. ഡൽഹി ആസാദ് നഗറിലാണ് ആസ്ഥാനം. ടേൺ ഓവർ 0. മൊത്തം ആസ്തി 60,183 ലക്ഷം രൂപയും. 2013 ജൂണിൽ ബിഷപ്പ് ഫ്രാങ്കോ ഡൽഹിയിൽ നിന്നും ജലന്ധറിൽ ചുമതലയേറ്റു. ഇതിനുശേഷമാണ് ഫാദർ ആന്റണിയുടെ ബിസിനസ് സാമ്രാജ്യം വളരുന്നത്. 2014 സഹോദയ പാർട്ട്ണർഷിപ്പ് കമ്പനി തുടങ്ങി. ഫാദർ പോൾ, ഫാദർ ജോസ്, ഫാദർ ഷൈൻ എന്നിവരാണ് കമ്പനിയിലെ മറ്റു പങ്കാളികൾ. രൂപതയുടെ സ്കൂളുകളിലേക്ക് പുസ്തകങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും യൂണിഫോമും വിൽക്കുന്നത് ഈ കമ്പനിയാണ്. രൂപതയുടെ കീഴിൽ പള്ളികളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയും രൂപതയിലെ വാഹന സർവീസിന്റെ നടത്തിപ്പുകാരായ ട്രാൻസ്പോർട്ട് കമ്പനിയും സെക്യൂരിറ്റി സർവീസ് എന്നിവയെല്ലാം സഹോദയയുടെ കീഴിലാണ്. 2016 മാർച്ച് 15 സഹോദയ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദയയുടെ പേരിൽ നിരവധി കമ്പനികൾ ഉണ്ടെങ്കിലും സഹോദയ ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് സ്റ്റോറേജ് കമ്പനിയാണിതെന്ന് പറയുന്നു. ഫാദർ ജോസഫ് മാത്യു, ഫാദർ ജോസ്, ഫാദർ പോൾ എന്നിവരാണ് ഡയറക്ടർമാർ. ഇതിൽ ഫാദർ ജോസിനും ഫാദർ പോളിനും 5000 ഷെയറുകൾ വീതമുണ്ട്. എന്നാൽ ഫാദർ ജോസഫ് മാത്യുവിന് ഓഹരി ഒന്നുപോലുമില്ല. എങ്കിലും കമ്പനിയുടെ എല്ലാ യോഗങ്ങളിലും ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെന്നാണ് വിവരം. ലുധിയാനയിലെ മോഡൽ ടൗൺ ആസ്ഥാനമായുള്ള കമ്പനിക്ക് 4.06 കോടിയാണ് ടേൺ ഓവർ എന്ന് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു. 34.32 ലക്ഷമാണ് മൊത്തം ആസ്തി. എന്നാൽ കമ്പനിക്ക് 40 കോടിയോളം ടേൺ ഓവർ ഉണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. 2016 മെയ് മുതലാണ് നവജീവൻ നിധി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടക്കുന്നത്. ജലന്ധറിലെ കരോൾബാഗ് 388B ആസ്ഥാനമായുള്ള സാമ്പത്തിക സ്ഥാപനമാണിത്. ആദായ നികുതി അടച്ചിട്ടില്ലെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വെബ്സൈറ്റിൽ പറയുന്നത്. ഇതിനു പുറമെ ഫാദർ ആന്റണിയുടെ നവജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ ഇന്റഗ്രൽ ഡെവലപ്മെന്റ് എന്ന NGO സ്ഥാപനം കരോൾബാഗിലെ ധനകാര്യ സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. കൂടാതെ ഷൈൻ കോച്ചിങ് എന്ന പേരിൽ 5ാമതൊരു കമ്പനിയും ഫാദർ ആന്റണിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം.com സന്ദർശിക്കുക.